ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദീപാസ് കിച്ചൺ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിരിക്കുകയാണേ. ഇനി ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന റെസിപ്പി കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള മോമോസ് ആണേ. അപ്പൊ നമുക്കത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. 250 ഗ്രാം മൈദ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കുഴച്ചെടുക്കണം. അതിനുവേണ്ടി 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. കുറേശ്ശെ വെള്ളം ഒഴിച്ചതൊന്ന് കുഴച്ചെടുക്കണേ. നിങ്ങൾക്ക് ആവശ്യത്തിന് മൈദപ്പൊടി എടുത്ത് കുഴയ്ക്കണേ. ഇതേപോലെ ഒന്ന് കുഴച്ചെടുക്കണേ. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്ന കുറച്ച് ഒലിവ് ഓയിലാണേ. സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് അടച്ചു വെക്കാം. ഒരു കടായി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിപ്പോൾ ചൂടായി കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാവേ. സ്റ്റൗ ഹൈ ഫ്ലെയിമിലായിരിക്കണം. കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത്, ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്ന ക്യാരറ്റ്. 1/4 കപ്പ് ക്യാരറ്റ് ഉണ്ട്. ചെറുതായി ചോപ്പ് ചെയ്ത് ക്യാബേജ്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് സ്പ്രിംഗ് ഒനിയൻ ആണ്. ഓപ്ഷണൽ ആണ്, ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് വഴണ്ടൊന്നും പോകണ്ട. ഒരു 3 മിനിറ്റ്സിൽ നമുക്കിത് വഴറ്റിയെടുക്കാൻ പറ്റുവേ. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണേ നമ്മൾ ഇതൊന്ന് വഴറ്റിയെടുക്കാൻ. ഇനി കുറച്ച് ഒനിയൻ കട്ട് ചെയ്തതും കൂടെ ചേർക്കുകയാണ്. നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഒനിയൻ്റെയൊക്കെ ഫ്ലേവറൊക്കെ ഇറങ്ങി കിട്ടുമ്പോഴേ. ഗ്രേറ്റ് ചെയ്ത പനീറും കൂടെ ചേർത്ത് കൊടുക്കുകയാണേ. കാൽ ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി 10 മിനിറ്റ് ആയിട്ടുണ്ട് മാവ് കുഴച്ച് വെച്ചിട്ട്. ഇനി ഇത് ചെറിയ ചെറിയ ബോളുകളാക്കി എടുക്കണം. പന്ത്രണ്ട് ബോൾസ് ആണ് എനിക്ക് കിട്ടിയേക്കുന്നത്. ഇനി നമുക്കൊന്ന് പരത്തിയെടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് പരത്തിയെടുക്കണേ. ചെറുതായിട്ട് പരത്തിയെടുത്താൽ മതിയേ. ഒരുപാട് ചപ്പാത്തിയുടെ കൂട്ട് അതേപോലെ ഒന്ന് നമുക്ക് പരത്തിയെടുക്കണ്ട. ജസ്റ്റ് ഒന്ന് പരത്തിയെടുത്താൽ മതി. ഇതേപോലെ ഒന്ന് പരത്തി കിട്ടണം. ഇനി ഇതിന്റെ സെന്ററിലേക്ക് നമ്മുടെ ഫില്ലിങ് വെച്ചു കൊടുക്കാം. ഇനി ഇതേപോലെ നമുക്കൊന്ന് എടുക്കണേ. ഇത് വളരെ പെട്ടെന്ന് റെഡിയാക്കാവുന്നേ. ഞാൻ ആദ്യമൊക്കെ കരുതി ഒരുപാട് ടൈം എടുക്കും ഇത് റെഡിയാക്കി എടുക്കാനെന്ന്. പക്ഷെ ഇത് ചെയ്ത് വന്നപ്പോൾ നമുക്ക് വളരെ ഈസിയാണ് റെഡിയാക്കി എടുക്കാൻ. നമ്മുടെ ഈ പുറത്തൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് കിട്ടുവേ. ഇതിപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാക്കുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാമല്ലോ. മൈദയാണ് എങ്കിൽ പോലും നമുക്ക് ഒരു മന്ത്ലി വൺസ് ഒക്കെ നമുക്കിത് റെഡിയാക്കി കൊടുക്കാൻ പറ്റുമല്ലോ. കുട്ടികൾക്കൊക്കെ വെറൈറ്റി ഭയങ്കര ഇഷ്ടമല്ലേ. അവർ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു 4 മണി പലഹാരമായിട്ടും പറയാവേ ഇതിനെ. ഇതിപ്പോൾ നമ്മൾ പനീർ വെച്ചിട്ടല്ലേ ചെയ്തേക്കുന്നത്. ചിക്കൻ വെച്ചിട്ടോ വേറെ വേറെ വെജിറ്റബിൾ ഒക്കെ വെച്ചിട്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണേ. ഇതേപോലെ ഒന്ന് റെഡിയാക്കി കിട്ടിയിട്ടുണ്ടേ. ഒരു ഇഡലിത്തട്ട് എടുത്തിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. ചട്നി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് 3 വലിയ ടൊമാറ്റോ ആണ് ഞാൻ എടുത്തേക്കുന്നത്. അതേപോലെ തന്നെ കുറച്ച് വറ്റൽമുളക്. നിങ്ങളുടെ എരിവിന് ആവശ്യത്തിന് നിങ്ങൾ എടുക്കണേ. ഇനി നമുക്കിതൊന്ന് പുഴുങ്ങിയെടുക്കണം.
ടൊമാറ്റോ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്യണേ. പുഴുങ്ങിയ ശേഷം നമുക്ക് തൊലി പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ കൂടെ നമ്മുടെ മുളകും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ടൊമാറ്റോ എല്ലാം ഒന്ന് പുഴുങ്ങി കിട്ടാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ച് ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ടൊമാറ്റോ വെന്ത് കിട്ടിയിട്ടുണ്ട്, സ്കിന്നൊക്കെ പോയി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് തണുക്കാൻ വെക്കണം. വെന്ത ടൊമാറ്റോയും നമ്മുടെ മുളകും കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കാം. ചെറിയ ജാറിലാണ് അരച്ചെടുക്കുന്നത്. ചട്നി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു കടായി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ്. ചെറുതായിട്ട് അരിഞ്ഞ കുറച്ച് വെളുത്തുള്ളി. വെളുത്തുള്ളി എല്ലാം ഒരു ബ്രൗൺ കളറിൽ കിട്ടിയിട്ടുണ്ട്. ഇനി അരച്ചു വെച്ച ടൊമാറ്റോയും മുളകും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. കാൽ ടീസ്പൂൺ ഉപ്പ്, ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ്. ടൊമാറ്റോ ചട്നി റെഡി ആക്കിയിട്ടിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. 10 മിനിറ്റ് ആയിട്ടുണ്ട് നമ്മളിപ്പോൾ വെച്ചിട്ട്. ഇനി ഇതൊന്ന് തുറന്നു നോക്കാം. മോമോസ് ഒക്കെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഫ്രണ്ട്സ്. ഫില്ലിംഗ് ഒക്കെ കണ്ടോ ഫ്രണ്ട്സ്? സൂപ്പർ ആയിട്ടുണ്ട് ഫ്രണ്ട്സ്. പനീറിന്റെ ഒക്കെ നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നുകയാണ്. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ പ്രസ് ചെയ്ത് ഓൾ എന്ന് സെലക്ട് ചെയ്താൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് ആദ്യം തന്നെ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫ്രണ്ട്സ്. ഫില്ലിംഗ് ഒക്കെ കണ്ടോ ഫ്രണ്ട്സ്? സൂപ്പർ ആയിട്ടുണ്ട് ഫ്രണ്ട്സ്. പനീറിന്റെ ഒക്കെ നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നുകയാണ്. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ പ്രസ് ചെയ്ത് ഓൾ എന്ന് സെലക്ട് ചെയ്താൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് ആദ്യം തന്നെ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫ്രണ്ട്സ്.